ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള സഖാവ് അച്യുതാനന്ദൻ സാറ് അന്തരിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഈ ഒരു ന്യൂസ് വൈകുന്നേരം, അതായത് എനിക്കൊരു ക്ലാസ് ഉള്ളത് കൊണ്ട് വൈകുന്നേരമാണ് ഞാൻ ഈ ഒരു ന്യൂസ് അറിഞ്ഞത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ദർബാർ ഹാളിൽ നടന്നു. ഇപ്പോൾ അതിനുശേഷം ഇനി ആലപ്പുഴയിലേക്ക് പോവുകയായിരിക്കും. അത് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പുറപ്പെട്ടിട്ടുണ്ടാവണം. ഓക്കെ. അപ്പോൾ അവിടേക്ക് ആ ദർബാർ ഹാളിലേക്ക് ഒരുപാട് പേര് പ്രായഭേദമന്യേ വരുന്നു എന്നുള്ള ഒരു കാര്യം, പലരും പല കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ന്യൂസിൽ പറയുന്നതായിട്ട് കേട്ടു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അതായത് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന വി എസ് എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്കറിയാം, വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കുട്ടിയാണ്. പിന്നെ അദ്ദേഹം അതിനുശേഷം എനിക്ക് അത്യാവശ്യം ഒരു ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ടായ സമയത്ത്, അതായത് തിരിച്ചറിവ് എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ ഒരു പ്രായത്ത് ആകുമ്പോഴേക്കും ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്നത്. അക്കാലത്തൊക്കെ എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുവട്ടത്ത്, എൻ്റെ നാട്ടുംപുറത്ത്, അതായത് ഞങ്ങൾ ഇവിടെ എൻ്റെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയവും ചേരിപ്പോരും ലാത്തി ചാർജും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എനിക്ക് പരിചിതമായിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ ഞാൻ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാർട്ടി പറഞ്ഞു അല്ലാതെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്തൊക്കെ, വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അച്ചുമാമൻ എന്നുള്ള പേരൊക്കെ പറയുന്നതായിട്ട് അവർ പറയുന്നതായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ പലരും അച്ചുമാമൻ്റെ ഫിഗർ ഷോ ഒക്കെ ചെയ്യുന്നതായിട്ടൊക്കെ ഞാൻ, അതായത് ടി വിയിലും മറ്റൊക്കെ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് അന്നൊക്കെ എനിക്ക് തോന്നുന്നു അച്ചുമാമൻ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഒരു കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നും നോക്കി നടന്ന ഒരാളല്ല. എൻ്റെ കൺമുന്നിൽ കാണുന്ന രാഷ്ട്രീയം മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ അച്ചുമാമൻ എന്നുള്ള പേരൊക്കെ കേട്ട് പലരും ഫിഗർ ഷോ ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ട ഒരാളാണ്. പിന്നീടാണ് ഞാൻ ഇതൊരു അച്ചുമാമൻ അല്ലെങ്കിൽ അച്ചുമാമൻ എന്ന് വിളിക്കുന്നത് അച്യുതാനന്ദനെയാണ്. അതായത് അദ്ദേഹം ഒരു വലിയ ലീഡറാണ്, കേരളത്തിൻ്റെ CPM ഒരു ലീഡറാണ്, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെ അറിയുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അദ്ദേഹം നടത്തിയ പല സ്പീച്ചും കാര്യങ്ങളൊക്കെ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൂടെയൊക്കെ എനിക്ക് അദ്ദേഹത്തെ അറിയാം. മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമൊക്കെ പ്രമാണിച്ച് പല ന്യൂസ് ചാനലും അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജന്മദിനത്തിലൊക്കെ അതൊക്കെ പല ന്യൂസ് ചാനലുകാരും അതൊക്കെ ചെയ്തിട്ടുമുണ്ട്, അതൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തോട് എനിക്കൊരു സ്നേഹം, അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു ബഹുമാനം, മനസ്സിലൊരു സ്ഥാനം അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് മീഡിയയിലൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തോടുള്ള ബഹുമാനം എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ. അതായത് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും അദ്ദേഹത്തിന് എൻ്റെ മനസ്സിലുള്ള സ്ഥാനവും എപ്പോഴും കൂടിയിട്ടേ ഉള്ളൂ. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുപാട് നേതാക്കന്മാർ, ഇപ്പോൾ ഈ പറയുന്ന പോലെ വി എസ് അച്യുതാനന്ദനാണെങ്കിലും മുന്നേ മരിച്ച ഉമ്മൻചാണ്ടി സാറാണെങ്കിലും ഈ പാർട്ടി ഭേദമന്യേ കൊടിക്കളറിന് അപ്പുറത്തേക്ക് അവരൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് വളർന്നു വന്ന ഒരുപാട് പേർക്ക് നല്ല സഹായം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇന്നൊരാൾ പറയുന്നത് കേട്ടു, അതായത് അയാൾ CPM പാർട്ടിക്കാരനല്ല, എന്നിട്ട് പോലും അദ്ദേഹം ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ദർബാർ ഹാളിലേക്ക് വന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു വലിയ സഹായം ഈ പറയുന്ന പോലെ അച്യുതാനന്ദൻ സാറ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കൊടിക്കളറിനപ്പുറത്തേക്ക് പലരും പല നന്മയും ചെയ്തിട്ടാണ് കടന്നു പോകുന്നത്. അതേപോലെ തന്നെയാണ് ഈ അച്യുതാനന്ദൻ സാറും. കേരളം ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഈ ഓരോ ആൾക്കാരുടെയും ഉള്ളിൽ, ഓരോ മലയാളികളുടെയും ഉള്ളിൽ അദ്ദേഹം എന്നും ജീവിക്കും. അത്രേ പറയാനുള്ളൂ.